എന്റെ തല. അയ്യോ ഭഗവതി, ദേവിക്ക് തന്ന രാക്ഷസിക്കാണല്ലോ കൊണ്ടത്. ഇവളോ? ഇവിടെ മനഃപൂർവ്വം ഇറങ്ങിയതായിരിക്കും. സോറി, വല്ലതും പറ്റിയോ? തലയെറിഞ്ഞ് പൊട്ടിച്ചിട്ട് വല്ലതും പറ്റിയോന്നോ? നീ ഇതറിഞ്ഞോണ്ട് ചെയ്തല്ലേടി? അയ്യോ അല്ല, ഞാൻ നിങ്ങളെ കണ്ടത് പോലുമില്ല. കാണാതെ തന്നെ കൃത്യം തലയ്ക്കൊണ്ടു. അപ്പൊ കണ്ടിരുന്നെങ്കിലോ നീ എന്റെ ജീവൻ എടുത്തേനെ. വല്ലടി അഹങ്കാരി. ഇനി മേലിൽ നീ തോന്നിവാസം കാണിക്കരുത്. ഇത് നിന്റെ ചേച്ചിക്ക് ഞങ്ങൾ നേരത്തെ കൊടുക്കേണ്ടതാ. നിനക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയത്. ഒരബദ്ധം പറ്റിയതിനാണോ നിങ്ങൾ എന്നെ തല്ലിയത്? അതേടി, നീ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്ക. അല്ലെങ്കിൽ ചെന്ന് നിന്റെ ചേച്ചിയോട് പറ. അവളെ വലിയ കേമിയല്ലേ, പകരം ചോദിക്കാൻ അവളെ വിളിച്ചോണ്ട് വാ. ഇനി അമരാവതിയുടെ ഗേറ്റിനകത്ത് കാല് കുത്തിയ ആ കാല് ഞങ്ങൾ വെട്ടും. പറഞ്ഞേക്ക് അവളോട്. മോനെ, ഒരു കുടുംബം നിലനിൽക്കുന്നത് എല്ലാവരുടെയും സന്തോഷത്തിലാ. ഒരാളുടെ സങ്കടം കുറച്ചു ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് എല്ലാവരും സ്വന്തം സങ്കടമായി കരുതും. കാലം കഴിഞ്ഞ അത് മറ്റുള്ളവർ മറക്കും. പിന്നെ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടേത് മാത്രമായി. സുപ്രി ഇല്ലാത്തതിന്റെ സങ്കടം അത് നിന്റേത് മാത്രമാ. മോനെ, മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ അവർക്ക് അവരുടേതായ സന്തോഷങ്ങളുണ്ട്, സ്വകാര്യതകളും ആഘോഷങ്ങളും ഉണ്ട്. നമ്മളത് തടയിട്ടിരിക്കരുത്. ഞാൻ എന്ത് വേണമെന്നാ അമ്മ പറയുന്നേ? ഈ ഓണം ആഘോഷിക്കണം, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരണം. എത്ര കാലം ഇടകണ്ണ ഈ മുറ്റത്തൊരു പൂക്കളേറ്റിട്ട്. സുപ്രിയ വിട്ടുപോയ ഓണത്തിനെല്ലാം നീ അവിടെ ഓർമ്മയിലായി. ശ്രീരാമും ഗോകുലും ബാലു ഭാര്യമാരെയും കൂട്ടി അവരവരുടെ വീടുകളിലേക്ക് പോവും. അവരവിടെ ഓണം ആഘോഷിക്കും. ഇത്തവണ അവർ ഭർത്താക്കന്മാർ സ്ഥലത്തുണ്ടോ? ദുബായിലെ ഷോപ്പിങ്ങിന്റെ കാര്യത്തിന് വേണ്ടി നീയല്ലേ അവരെ പറഞ്ഞു വിട്ടത്? കാലക്കേടിന് കൊറോണ കാരണം അവരവിടെ കുടുങ്ങിപ്പോയി. അവരില്ലാത്തതിന്റെ സങ്കടം നമ്മുടെ മരുമകൾക്ക് ഉണ്ടാവരുത്. കുട്ടികൾക്ക് വേണ്ടി നീ ഇത്തവണ അവരോടൊപ്പം കൂടിയേ തീരും. അപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ മോളെ? അങ്ങനെ പൂക്കളം റെഡി. റെഡി. അച്ഛാ, അതിങ്ങോട്ട് വെച്ച്. ഓക്കെ. മഹാബലിയും പുലിയും സേമിയ പായസം റെഡിയായോ മായച്ചി? നീ ആദ്യം അട റെഡിയാക്ക്. ഏൽപ്പിച്ച ജോലി ചെയ്തു തീർന്നിട്ട് പായസം കുടിക്കാം. എന്നെ ഏൽപ്പിച്ച പണിയൊക്കെ ഞാൻ ചെയ്തു തീർക്കും. ആ,
ഈ അടപ്രഥമൻ കൂടി ചേച്ചിയുടെ ഡ്യൂട്ടി പെട്ടതാ. ഓ ആയിക്കോട്ടെ. നിങ്ങളുടെ ഡ്യൂട്ടി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്ക്. രണ്ടും കൂടി ഇരുന്ന് നിരങ്ങാൻ തുടങ്ങിട്ടെ കുറെ നേരമായി. കഷ്ടം തന്നെ. എടി മായേച്ചിക്ക് ചില നേരത്ത് അമ്മായിയമ്മയുടെ സ്വഭാവ. ആ മൂത്ത മരുമകൾക്ക് അമ്മയുടെ സ്ഥാനം കൂടി ഉണ്ടായിരുന്നു പണ്ടത്തെ തറവാടുകളിൽ. ആ കണക്ക് വെച്ച് നോക്കിയാ അമ്മായിയമ്മ തന്നെയാ. എപ്പോഴാടി ഞാൻ അമ്മായിയമ്മ പൊരു കാണിച്ചത്? ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ ചട്ടവും പഴിപ്പിച്ച് വെച്ചു തരും ഞാൻ. ആഹാ, ഇപ്പൊ തനി അമ്മായിയമ്മയായി. ശരിക്കും നമുക്ക് അമ്മായിയമ്മയായിട്ട് കിട്ടേണ്ടത് ആ ജ്യോതിയായിരുന്നു. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. അവളുടെ കാര്യം മിണ്ടരുത്. ഇതുപോലൊരു ആദ്യ സാമർത്ഥ്യക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് കയറി വന്ന് നിന്നെ തല്ലിയതിന്റെ വിറയല് എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ല. എന്നാലും അവളുടെ ധൈര്യം സമ്മതിക്കണം. അടി കിട്ടിയതും പോരാഞ്ഞു എന്നെ കൊണ്ട് മാപ്പും പറയിപ്പിച്ചു. സാരമില്ല, ഇപ്പൊ നമുക്കൊന്ന് പത്തി മടക്കി കൊടുക്കാം. സിത്താരയുമായിട്ടുള്ള DKയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതിന് മറുപടി കൊടുക്കാൻ നമുക്ക് ഏർപ്പാടുണ്ടാക്കാം. ഇവിടുത്തെ അമ്മ അവൾക്ക് ഫേവറായിട്ട് നിൽക്കുന്നത്. അതെന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് കാര്യത്തിനും അമ്മ അവളെ ന്യായീകരിക്കുക. അനുഭവം വരുമ്പോ അമ്മയും പഠിച്ചോളും. അതുവരെ പുകഴ്ത്തിക്കോട്ടെ. ഇതിന്റെ മധുരം ഒന്ന് നോക്കിയേ. നോക്കട്ടെ. സൂപ്പർ. ആഹാ, പൊളിച്ചു. മായിച്ചിയുടെ കൈപ്പുണ്യെ സമ്മതിക്കണം. അവിടെ പോയി വീണ്ടും തല്ലും ബഹളം ഉണ്ടാക്കിയപ്പോ സമാധാനമായോ നിനക്ക്? ഇനി പോലീസിനെ കൂട്ടി ആ പെണ്ണുങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നതെന്ന് ആർക്കറിയാം? ആര് വേണമെങ്കിലും വരട്ടെ മമ്മി. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ജയിലിൽ പോവാനും എനിക്കൊരു മടിയുമില്ല. ആശാലതേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നല്ലൊരു ദിവസമായിട്ട് നമുക്കിതങ്ങ് മറക്കാം. ഓണത്തിനിടയ്ക്ക് നടന്ന ഒരു വെടിക്കെട്ട് ഇതിനെ അങ്ങനെ കണ്ടാ മതി. നീ പോയി സദ്യ റെഡിയാക്കി. മക്കളെ, നിങ്ങൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് സദ്യ കഴിക്കാം. ഉണ്ണണം, ഉറങ്ങണം, നാട്ടും പുറത്തു കൂടി ചുമ്മാ കറങ്ങി നടക്കണം. അതോടെ തീരും നിങ്ങളുടെ ഒരു ദിവസം. എന്റെ മോൾ അങ്ങനെയാണോ? നാളെ അവരിവളോട് പ്രതികാരം ചെയ്യില്ല എന്ന് ആര് കണ്ടു? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ആ DK ഒടുവില് അവളെ കൊണ്ട് എന്നോട് മാപ്പ് പറയിപ്പിച്ചു. നിങ്ങളുടെ മുന്നിൽ വെച്ച് അവള് മാപ്പ് പറഞ്ഞത് ആ DK പേടിച്ചിട്ടല്ലേ? നോക്കിക്കോ, കാത്തിരുന്ന് അവരിവളെ ഇനിയും അപമാനിച്ചാലോ? വലിയ വീട്ടിലെ ആളുകളോട് കയറി മുട്ടുമ്പോഴേ 10 വട്ടം ആലോചിക്കണം. ആശാലതേ, നിനക്കിതെന്തു പറ്റി? സാധാരണ ഇവളെ ആരെങ്കിലും ഒന്ന് നുള്ളു നോപ്പിച്ചാൽ പോലും അവരെ കൊന്നു തിന്നുന്ന ശീലമാ നിനക്കുള്ളത്. ഇതിപ്പോ അവൾ ഇവളെ തല്ലിയെന്നറിഞ്ഞിട്ടും സ്വന്തം അമ്മയായ നീ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? എനിക്കറിയാം ഇത് എന്തിന്റെയാണെന്ന്, പക്ഷേ അത് നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഒരു തിരുവോണ ദിവസമായിട്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല. ഇനി ഇതിന്റെ പേരിൽ ഈ മുറ്റത്ത് പോലീസ് വന്ന് എന്റെ മോളെ പിടിച്ചോണ്ട് പോയാ നിന്നെ ഞാൻ വച്ചേക്കില്ല. മോളെ, സംഗതി അവള് പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കണ്ട. മക്കൾ പോയി മുഖം കഴി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് സദ്യ കഴിക്കാം. ചെല്ലേ. ഏതായാലും ഒരെണ്ണം തിരിച്ചു കൊടുത്തത് നന്നായി. ഇത് അവൾക്കൊരു പാഠമായിരിക്കും. ഇനി പപ്പടം കൂടി കാച്ചിയ എല്ലായി. എടി, ഇങ്ങനെ തിന്നല്ലേ. സദ്യക്ക് വിളമ്പോ പിന്നെ ഉപ്പേരി കാണില്ല. മോനെ, ഒരു കിലോ കൂടി വേണമല്ലോ. നമ്മളാകെ 5 പേരല്ലേ ഉള്ളൂ. 5 പേർക്കുള്ള ഇല ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോ സുപ്രിയക്കുള്ള ഇല എവിടെ? മോനെ, അത് വേണോ? വേണം. മായേ, ഇലയിട്.
വേണ്ട. സുപ്രിയയ്ക്ക് ഞാൻ വിളമ്പുന്ന ഇഷ്ടം. അമേരിക്ക. ആ, നിങ്ങളെല്ലാവരും ഇരിക്കെ. എന്താ എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നത്? എന്താ മായ? സുപ്രിയാന്റി എത്ര ഭാഗ്യവതിയാണെന്ന് ഓർക്കുകയായിരുന്നു ഞാൻ. ഭാഗ്യം സുപ്രിയയ്ക്കായിരുന്നില്ല, എനിക്കായിരുന്നു. അവള് തന്ന സ്നേഹത്തിന്റെ കടലിൽ അലിഞ്ഞു ചേർന്നത് ഞാനായിരുന്നു. ലോകത്തൊരു ഭർത്താവും ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടാവില്ല. ഈ ഭ്രാന്തമായ സ്നേഹം കാണുമ്പോ അത്ഭുതം തോന്നുക. പേടിക്കണ്ട, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഉള്ളത് കുറച്ച് സ്നേഹക്കൂടുതൽ മാത്രം എന്റെ സുപ്രിയോട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ പരസ്പരം അത്രയേറെ സ്നേഹിക്കുന്ന ഇണകളിൽ ഒരാൾ നഷ്ടപ്പെടണം. സുപ്രിയ മരിച്ചു എന്ന റിയാലിറ്റി എന്റെ മുന്നിലുണ്ട്. അത് സത്യമാണ്. പക്ഷേ ഈ വീട്ടിലെല്ലായിടത്തും ഞാൻ അവളുടെ സാന്നിധ്യം അനുഭവിക്കുന്നു. അവളുടെ ഗന്ധവും ശബ്ദവും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഡൈനിങ് ടേബിളിലും അവളുണ്ട്. ദേ, കണ്ടില്ലേ? സുപ്രിയത ഇവിടെ തന്നെയുണ്ട്. എടാ മോനെ, എടാ നീ എന്തെങ്കിലും നോക്കിയിരിക്കുന്നേ? ഒന്നുമില്ല. എടാ കണ്ണാ, കഴിക്കടാ. ഇതമ്മേ, കഴിക്കമ്മേ. മോനെ, ഇന്നമ്മ ഈ ഉരുള എനിക്ക് തരരുത്. പകരം നാളെ ഞാനിത് വാങ്ങിക്കഴിച്ചോളാം. ഈ ദിവസം എന്റെ സുപ്രിയയ്ക്ക് വേണ്ടി മാത്രമുള്ളതാ. കഴിക്കടിക്കേ പ്ലീസ്. മായ, നിങ്ങൾക്കൊപ്പം ഞാൻ വന്നിരുന്നത് നിങ്ങളുടെ സന്തോഷത്തിനാ. എന്റെ സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ നിർബന്ധിക്കരുത്. അല്ല, അത് പിന്നെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മനുഷ്യ. എനിക്കിനി ഒന്നും കേക്കണ്ട. വാ, മുറിയിലേക്ക് വാ. വരാനല്ലേ പറഞ്ഞു? ആ പെട്ടി എടുക്ക്. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ മനുഷ്യ? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അല്ലെങ്കിലേ വരാൻ പോകുന്ന പോലീസായിരിക്കും. അത് വേണോ? നോക്കിക്കത് പെട്ടിയെടുക്ക്. തുറക്ക്.
നിന്നോടല്ലേ പറഞ്ഞു തുറക്കാൻ. എടുക്ക്. അയ്യോ, നോക്ക്. അയ്യോ, ഇതിനകത്തിരുന്ന സ്വർണ്ണമൊക്കെ എവിടെ? ഈശ്വര, ചതിച്ചല്ലോ. അയ്യോ, കാണുന്നില്ലല്ലോ. നീ ആ കട്ടിന്റെ അടിയോട്ട് നോക്കി, താഴോട്ട് നോക്ക്. ഇല്ല, ഞാൻ ഇതിനകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഈശ്വര, ഇതെവിടെ പോയി? ഞാൻ ഇനി അവരോട് എന്ത് സമാധാനം പറയും? അയ്യോ, നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഞാൻ പിന്നെ എന്തുപറ്റി? എന്താ മമ്മി? അവര് തന്ന സ്വർണ്ണം ഒന്നും കാണുന്നില്ല ജ്യോതി. എന്റെ ഈശ്വരാ. മമ്മി മമ്മി ഒന്ന് ഓർത്ത് നോക്ക്, വേറെ എവിടെയെങ്കിലും എടുത്ത് വെച്ചോന്നാ. ഇല്ല, ഞാൻ ഇതിനകത്ത് തന്നെയാ വെച്ചിരുന്നത്. ശ്ശേ, ഇതിനകത്തുണ്ടോ? ഇന്നലെ കേറി കള്ളം കൊണ്ടുപോയതാ. അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആശാലതേ, നിന്റെ കള്ളത്തരം ഇതിൽ കാണിക്കരുത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇല്ല, നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. സാരിയോടും സ്വർണത്തോടുള്ള നിന്റെ ആർത്തി എനിക്കറിയാവുന്നല്ലേ. തന്ത്രപൂർവ്വം നീ അതെവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുക. അഭ്യാസം കാണിക്കാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നിടത്ത് അത് പോയി എടുത്തോണ്ട് പാടി. മമ്മി വാശി പിടിക്കല്ലേ മമ്മി. അമ്മ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്ക്. ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഈശ്വര, ആ കള്ളൻ. സുധേട്ടാ, ഇതാ കള്ളം കൊണ്ടുപോയതാ, ഉറപ്പാ. എന്റെ ഭഗവതി, ആ സ്വർണം മുഴുവനും കൊണ്ടുപോയ കള്ളന്റെ തലയിൽ ഇടിത്തി വീഴണേ. അച്ഛാ, നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? അയ്യോ, എന്താ എന്താ മമ്മി? വേണ്ട, പോലീസിലൊന്നും അറിയിക്കണ്ട. അതെന്താ? ഇനി ആ കള്ളനെ എവിടുന്ന് കിട്ടാനാ? പോലീസ് വന്ന പിന്നെ നാട്ടുകാരറിഞ്ഞു നാണക്കേടാവും. അറിയട്ടെ, നാട്ടുകാരറിയട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധേട്ടാ, കള്ളം കയറിയതാണെന്ന്. അത് ഇതിനായിരുന്നു. ആശാലതേ, നീ പറഞ്ഞ കള്ളന്റെ കഥ എനിക്ക് ഇതുവരെ അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇന്നലെ രാത്രി ഇവിടെ എല്ലാവരും നോക്കിയിട്ടും ഞങ്ങൾ ആരും കള്ളനെ കണ്ടില്ല. ആ കള്ളൻ നീ തന്നെ ആയിരുന്നെന്നാ എന്റെ സംശയം. അയ്യോ, എന്റെ ഭഗവതി, എന്നെ സംശയിക്കുന്നത് കണ്ടില്ലേ? നിരപരാധിയായ എന്നെ കള്ളിയാക്കല്ലേ സുധേട്ടാ. മമ്മി, ഇത് നിസ്സാര കാര്യമല്ല കേട്ടോ. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. കള്ളം കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണം എടുത്തോണ്ട് വരുന്നതാ നല്ലത്. ഇന്ന് നാടകം കളിക്കുന്നു. അയ്യോ, ഈ പറയുന്ന കേട്ടില്ലേ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ സംശയിച്ച ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. എന്നെ പരീക്ഷിക്കല്ലേ എന്റെ ദേവി. മര്യാദയ്ക്ക് പോയി സ്വർണ്ണം എടുത്തിട്ട് വാ. ഞാൻ എടുത്തിട്ടില്ല, എടുത്തിട്ടില്ല, എടുത്തിട്ടില്ല. എനിക്കിനി ജീവിക്കണ്ട. അച്ഛാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? മായേ, എന്തിനാ ഇവിടെ ഇതിനകത്ത് കയറ്റിയത്? ആരും കയറ്റിയതല്ല, ഞാൻ തനിയെ കയറി വന്നതാ. നിന്നോട് ഇനി എന്റെ മുമ്പിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? അയ്യോ, മഹാരാജാവിന്റെ മുമ്പിൽ തിരുമുഖം കാണിക്കാൻ വന്നതല്ല ഞാൻ. ദേ, ഇതൊക്കെ തിരിച്ചുതരാൻ വന്നതാ. ദാനമായി നൽകിയത് തിരിച്ചു വാങ്ങിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. അർഹതയില്ലാത്ത ഒന്നും ആരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്ന ശീലം ഞങ്ങൾക്കും ഇല്ല. അതുകൊണ്ടാ തിരിച്ചുകൊണ്ട് വന്നത്. വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്ക്. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ച സാധനങ്ങളുടെ ലിസ്റ്റ് ഇത്. ഇതിലേതെങ്കിലും ഒരെണ്ണം കുറവുണ്ടോന്ന് നോക്കിയിട്ട് പറയണം. എനിക്ക് വേറെ ജോലിയുണ്ട്. മായേ, എന്താ ഡിക്കേ?
എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. ഇനിയൊരു നിമിഷം പോലും ഇവളിവിടെ നിൽക്കരുത്. ഐ ഹേറ്റ് ഹെർ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്നെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന്? നിന്റെയൊക്കെ കുരുട്ടുബുദ്ധി എനിക്ക് മനസ്സിലായില്ലെന്നാണോ വിചാരം? നീ പറഞ്ഞ പ്ലാനിങ്ങിനെല്ലാം ഞാൻ കൂട്ടുനിന്നത് എന്തിനാന്ന് മനസ്സിലായോ? ഈ ഡ്രാക്കുള കോട്ടയിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടാൻ. അതിനു വേണ്ടിയാ ഞാൻ നിന്റെ കൂടെ നിന്നത്. അതിനെന്താ, നിന്റെ കാര്യം സാധിച്ചില്ലേ? DK നീയും തമ്മില് ഇപ്പൊ ബദ്ധശത്രുക്കളായില്ലേ? നിന്റെ മുഖം കാണുന്നത് പോലും DKക്ക് ഇഷ്ടമല്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? എത്രയും വേഗം നിന്നെ ഇവിടെ ഇറക്കി വിടാൻ ഉത്തരവ് തന്നിട്ട് പോയത് കണ്ടില്ലേ? ഈ നോക്കാത്ത രാജാവിനെ പോയി കണ്ടു തൊഴുന്ന ശീലം എനിക്കില്ല. അയാളുടെ മുമ്പിൽ പെടാതിരിക്കണേന്നാ എന്റെയും പ്രാർത്ഥന. നീ ഇപ്പൊ പറഞ്ഞതാ ഞങ്ങൾക്കും വേണ്ടത്. നീ ഇനി DKക്ക് മുന്നിൽ വരരുത്. ദേ, DKയുടെ കല്യാണമാ വരാൻ പോകുന്നത്. നിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത്. അയ്യോ, ഇവിടെ ആ ഹിറ്റ്ലറിന്റെ കല്യാണം നടക്കുന്ന ദിവസമല്ലേ ഞാൻ എന്റെ വീട്ടില് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. എന്റെ ജീവനും ജീവിതവും തിരിച്ചു കിട്ടിയ സന്തോഷത്തിന്. വരാനിരിക്കുന്നതേ നിന്റെ അനിയത്തിയുടെ ദുരന്തം. അവളുടെ ജീവൻ രക്ഷിക്കണേന്ന് അറിയാവുന്ന സകല ദൈവങ്ങളോട് നീ പ്രാർത്ഥിച്ചോ. ഹിറ്റ്ലർ അവളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. ഞാൻ പോവാണേ. ഇതിനകത്തുള്ള എന്തെങ്കിലും മോഷ്ടിച്ചു എന്നും പറഞ്ഞ് എന്റെ പിന്നാലെ എങ്ങാനും വന്ന അടുത്ത അടി ഇവൾക്കായിരിക്കില്ല. എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങണേ. കാണാം. മോളെപ്പോ വന്നു? കുറച്ചു നേരമായി അമ്മ. മോളകത്തേക്ക് വാ, അമ്മയ്ക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. മോൾ എന്തിനാ വന്നത്? അത് ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണവും പണവും സാരിയും ഒക്കെ തിരികെ തന്ന് ഡീക്കായിട്ടുള്ള കല്യാണത്തിന് രാജിവെച്ച് പോവാ. മമ്മി, നമുക്ക് എന്തിനാ മറ്റുള്ളവരുടെ സ്വർണം? ദേ, കള്ളിന്നുള്ള പേരുദോഷം വീണുപോയ പിന്നെ ഏത് വെള്ളത്തിൽ കുളിച്ചാലും ആ നാറ്റം പോവില്ല. പിന്നെ ഒരു നാറ്റക്കാരി വന്നിരിക്കുന്നു. ഈ വീടിന്റെ അവസ്ഥ നിനക്കറിയൂ? എപ്പോഴാ ബാങ്കുകാര് കയറി വന്ന് ഈ വീടും കൊണ്ട് പോകുന്നേന്ന് ആര് കണ്ടു? അതുകൊണ്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ സ്വർണം വിറ്റ് ബാങ്കിൽ പലിശയെങ്കിലും അടയ്ക്കായിരുന്നു. ഇങ്ങനെ ഒരു നശൂലം പിടിച്ചവളെ ഞാൻ എന്റെ ജന്മത്തെ കണ്ടിട്ടില്ല. നീ നിൽക്കുന്നിടത്ത് താണു പോകൂടെ അസത്തായി. അമ്മ എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? തിരിച്ചൊന്നും പറയില്ലെന്ന് കരുതി ഒരുപാട് ഷോ കാണിക്കല്ലേ. ചേച്ചിയെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തു. പക്ഷെ ആ നിന്നെ കുറിച്ച് ഇവൾക്ക് അങ്ങനെ വല്ല ചിന്തയുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ തോന്നിവാസം കാണിക്കുമായിരുന്നോ? ചേച്ചിയുടെ സ്ഥാനത്തിന് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. ആരാന്റെ പറമ്പില് പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തല്ലേ അമ്മേ? ചേച്ചി, ചേച്ചി ഒന്ന് വന്നേ. എന്താടി? ചേച്ചിയെ കാണാനേ ഒരാള് വന്നിട്ടുണ്ട്. ആരാ? അതൊക്കെ താഴെ വരുമ്പോ കാണാം. വാ ചേച്ചി വന്നേ.
അമ്മേ അമ്മ എന്താ ഇവിടെ? നിന്നെ കാണാൻ. ഒള്ളി സീയോ. എന്നെ കാണാനോ? അല്പം മുമ്പല്ലേ നമ്മൾ കണ്ടുപിരിഞ്ഞത്? യെസ്, ബട്ട് നോട്ട് ഗുഡ്. ഒരു നല്ല കണ്ടീഷനിലല്ലോ നമ്മൾ കണ്ടതും പിരിഞ്ഞതും ഒക്കെ. അതുകൊണ്ടാ ഞാൻ മോളെ കാണാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. അമ്മ വിളിച്ചപ്പോ ഞാൻ വരാതിരുന്നത് മനഃപൂർവ്വം അല്ലാട്ടോ. ഐ നോ. എന്റെ വീട്ടിലേക്ക് വരാനല്ലേ മോക്ക് പ്രയാസമുള്ളൂ. മോടെ വീട്ടിലേക്ക് വരാൻ എനിക്കാരുടെ അനുവാദം വേണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നതിൽ മോക്ക് വിരോധം ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അയ്യോ, വിരോധോ? എനിക്കതിൽ സന്തോഷല്ലേ ഉള്ളൂ, അല്ലേ? അമ്മയ്ക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? ഏതാ അമ്മയുടെ ഫേവറേറ്റ്? ഇന്ന് എനിക്ക് ചായയും കാപ്പിയും മാത്രം പോരാ. അയ്യോ, അമ്മ ഇപ്പൊ വന്നു. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴേ പ്രിയമോള് പുറത്തുണ്ടായിരുന്നു. അവളാ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയത്. അശലതേ, ഇവിടെ കൈകൊണ്ട് വിളമ്പി തന്ന ചോറും കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. നിങ്ങളെപ്പോലുള്ളവര് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വല്ലതും കഴിക്കുവോ? Why not? I am very very happy. അല്ല, വച്ചുണ്ടാക്കിയത് ഞാനാണേ, അവളല്ല. അതിനെന്താ, ജ്യോതിമോടെ കൈകൊണ്ട് വിളമ്പി തരുന്ന ഇത്തിരി ഭക്ഷണം കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങളൊന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നീ വാടി, വാ. ബേട്ടി, അമ്മ വന്നത് മോളോട് ക്ഷമ ചോദിക്കാനാ. എന്നോട് ക്ഷമ ചോദിക്കാനോ? അയ്യോ, അമ്മ ഇങ്ങനെ പറയുന്നത് പോലും എനിക്ക് സങ്കടാ. അല്ലെങ്കിൽ തന്നെ എന്നോട് ക്ഷമ പറയാന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? എന്റെ മരുമക്കൾ നിന്നോട് മോശമായി ബിഹേവ് ചെയ്തില്ലേ? മൈ സൺ, അവൻ നിന്നെ ഷൗട്ട് ചെയ്ത് ഇറക്കി വിട്ടില്ലേ? അതൊക്കെ വലിയ തെറ്റായിപ്പോയി മോളെ. അല്ലമ്മേ, ഇതൊക്കെ ഞാൻ അർഹിക്കുന്നത് തന്നെയാ. സത്യത്തിൽ ഡിക്കയോട് തെറ്റ് ചെയ്തത് ഞാനല്ലേ. അമ്മയ്ക്കും കുടുംബത്തിനും ഞാൻ കാരണം എത്ര വലിയ അപമാനം ഉണ്ടായേ. അതിന് ഞാനാ അമ്മയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കേണ്ടേ. മോളെ, എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. അന്ന് അവിടുന്ന് ഓടിപ്പോയത് നിന്റെ മാത്രം കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരാ നിന്നെ അതിനെ പ്രേരിപ്പിച്ചത്? ആ കുറ്റം ചെയ്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും എനിക്ക് മാത്രമേ. മറ്റാർക്കും അതിൽ പങ്കില്ല. നിങ്ങൾ ചോദിച്ചില്ലേ അമ്മയോട് എന്തിനാ അവിടെ പോന്നെന്ന്? അതെങ്ങനെയാ? ഒരുങ്ങി ഇറങ്ങി ഒറ്റ പോക്കല്ലായിരുന്നോ? ചോദ്യം നമ്മൾ അധിക്ഷേപിച്ചെന്നാ അമ്മയുടെ നിലപാട്.